Hi all, my dear students. Welcome to Text Tutor. 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ, യൂണിറ്റ് ഫസ്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു, എല്ലാവരും വീഡിയോ കണ്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താണെന്ന് ആദ്യം നോക്കൂ. ജൂലിയ ഓർ ലൂന. ജൂലിയ കേട്ടാൽ അറിയാം, ഒരു പേരാണ്. ലൂനയും ഒരു പേരാണ് അല്ലേ. പിന്നെ ആരാണ് എഴുതിയത്? നേഹ സിംഗ്. എഴുതിയ ഓദറിന്റെ പേര് എപ്പോഴും ഓർമ്മ വേണം. എഴുതിയ ആള് നേഹ സിംഗ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പിക്ചറാണ് അല്ലെ. ഒരു വലിയ മരമുണ്ട്, പിന്നെന്താണ്, ഒരു കുട്ടി മരത്തിന്റെ മേലെ മരത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. താഴെയോ ഒരു നല്ല തടിയുള്ള നല്ല ശക്തിമാനായ ഒരാൾ എന്താണ് ചെയ്യണത്? മരം വെട്ടാനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. എന്താണ്? കയ്യിലൊരു മഴവുണ്ട് അല്ലെ. അപ്പോൾ ഈ ലെസന്റെ കോൺസെപ്റ്റിന് ഇത് തന്നെയാണ്. എന്താണ്? ഈ കുട്ടി ഈ മരത്തിനെ രക്ഷിക്കുന്നു. അതിന് ഈ കുട്ടിയുടെ പേരാണ് എന്ത്? ജൂലിയ. കുട്ടിയുടെ പേരാണ് ജൂലിയ. അപ്പൊ നമ്മൾ കഥ പറയുമ്പോൾ ജൂലിയനെ മനസ്സിൽ കാണുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൂന. ലൂന എന്നുള്ള പേര് ആർക്കാ കൊടുത്തതെന്ന് അറിയോ? ഈ മരത്തിനാണ് കൊടുത്തത്. മരവും ജീവനുള്ള ആള് തന്നെയല്ലേ? ശരിയല്ലേ മക്കളെ? അതെ, മരവും ജീവനുള്ള ആളാണ്. മരത്തിന്റെ പേരാണ് ലൂന. ആ മരത്തിനെ വെട്ടാൻ വേണ്ടിയിട്ട് ആള് വന്നപ്പോൾ ജൂലിയ എന്ന പെൺകുട്ടി ആ മരത്തിനെ രക്ഷിച്ചതാണ് ഇവിടുത്തെ കഥ. ഓക്കെ, നമുക്ക് കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഓദറിനെ കുറിച്ച് അറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓദറിന്റെ പേരെന്താന്ന് പറഞ്ഞു? നേഹ സിംഗ്. എല്ലാവർക്കും ഓർമ്മ വേണം, ഓദറിന്റെ പേരെന്താണ്? നേഹ സിംഗ്. ഓക്കെ, നേഹ സിംഗ് കാ ജന്മ. അപ്പൊ നമ്മളൊരു ഓദറിനെ കുട്ടിയെ പറ്റിയിട്ടായാലും ആരെ പറ്റി പഠിക്കുകയാണെങ്കിലും എന്താണുള്ളത്? നമ്മൾ ഫസ്റ്റ് അവരെവിടെയാ ജനിച്ചത് അല്ലെ, അവരെന്തൊക്കെയാ ചെയ്തത്, അതാണ് പഠിക്കുക. അപ്പൊ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓദറിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഒരു 2 or 3 points. ഓക്കെ, നേഹ സിംഗ് കാ ജന്മ 5 മെയ് 1982. ഓക്കെ, 5 മെയ്യില് 1982 നേഹ സിംഗ് ജനിച്ചത്. വാരണാസി മേ ഹുവാ. എവിടെയാണ് ജനിച്ചത്? വാരണാസി എന്ന സ്ഥലത്ത്. ഓക്കെ, വാരണാസി കേട്ടിട്ടുണ്ടാവോ? അറിയില്ല, എന്നാലും ഞാൻ പറയാ, നോർത്ത് ഇന്ത്യയിലെ ഒരു പ്ലേസ് ആണ് വാരണാസി. ഹിന്ദി ഓർ അംഗ്രേസി ദോനോ ശബ്ദോ മേ ലിഖ്തി ഹേ. അവര് 2 ഭാഷയിൽ എഴുതുമായിരുന്നു. ഇതിലാണ് ഹിന്ദിയിലും അംഗ്രേസി. അംഗ്രേസി പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് അല്ലേ. അംഗ്രേസി പറഞ്ഞാൽ ഇംഗ്ലീഷ്. ഭാഷാവോമേ ലാംഗ്വേജസിൽ ലിഖ്തി ഹേ എഴുതുമായിരുന്നു. ഓക്കെ, और उनकी 19 किताबें प्रकाशित हो चुकी है. 19 പറഞ്ഞാൽ എത്രയാണ്? 19. उनकी 19 किताबें പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ബച്ചോം കെ ലിയെ ഖാസ്കർ. എന്താണ്? അവരൊരു കുട്ടികളുടെ എഴുത്തുകാരിയാണ്. അപ്പൊ അവര് സ്പെഷ്യൽ, ഖാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എഴുതാറ്. മ്യൂസിക്കൽ നാടക്. എന്താണ് നാടക് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പം കുറച്ച് പാട്ടുകൾ ഉൾപ്പെടുത്തിയ നാടകം. ബനാന ഉനെ പസന്ത് ഹേ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പസന്ത് പറഞ്ഞ മീനിങ് എന്താണ്? ഇഷ്ടം. ബേഹത്ത് എന്ന് പറഞ്ഞാല് കൂടുതൽ, പസന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം. വേ ബച്ചോ കെ ലിയെ കഹാനിയ. അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ്? കഥകൾ അല്ലെ. കഹാനിയ എന്ന് പറഞ്ഞാൽ കഥകള്. കവിതയെ, കവിത പറഞ്ഞാൽ നമുക്ക് മലയാളത്തിലും അറിയാം, കവിത തന്നെ. പിന്നെ ലിഖ്തി ഹേ എഴുതുമായിരുന്നു അല്ലെ. രാഹി നാം കെ തിയേറ്റർ കമ്പനി ചലാത്തി ഹേ. പിന്നെ അവര് നടത്തുന്ന ഒരു സംരംഭമാണ് എന്ത്? തിയേറ്റർ കമ്പനി. ഒരു കമ്പനി നടത്തുന്നുണ്ട്. അതിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രാഹി. അതിന്റെ നെയിമാണ് രാഹി. ഓർ ലഡ്കിയോ മഹിളാവോ കെ ലിയെ ഏക് ക്യാമ്പയിൻ ചലാത്തി ഹേ. പിന്നെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക്, ലഡ്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെൺകുട്ടികള്. മഹിളാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? വുമൻസ്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നടത്തിയിരുന്നത്? ഒരു കേമ്പൻ ചലാത്തി ഹേ ജിസ്കാ നാം വായി ലോയിറ്റർ ഹേ. അപ്പൊ അതിനും ഒരു പേര് അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെ, ഉൻകി പെഹലി പുസ്തക് ഹേ ദ വെനസ്ഡേ ബാസാർ. അവരുടെ ഫസ്റ്റ് എഴുതിയ പുസ്തകമാണ് വെനസ്ഡേ ബാസാർ. 2014 പ്രകാശിത് ഹുയി ഹേ. അപ്പൊ അത് എപ്പോഴാണ് പബ്ലിഷ്ഡ് ആയത്? 2014. അപ്പൊ നമ്മൾക്ക് നേഹ സിംഗ് ഓദറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ്? ജനിച്ച സ്ഥലം, ഡേറ്റ് ഓർമ്മ വെക്കാൻ കഴിയില്ലെങ്കിൽ പ്രശ്നമില്ല, വാരണാസി കൊടുക്കാം. അത് കഴിഞ്ഞ് കുട്ടികളുടെ എഴുത്തുകാരിയാണ്, കഹാനി എഴുതും, പിന്നെന്താണ്? കവിത എഴുതും, പിന്നെന്താണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മ്യൂസിക്കൽ നാടകം, അതൊരു പോയിന്റ് അല്ലേ? അതെ. പിന്നെന്താണ്? പെൺകുട്ടികൾക്കും വുമൻസിനും വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ, അതിനൊരു പേരുണ്ട്, വായി ലോയിറ്റർ. പിന്നെ നെക്സ്റ്റ് തിയേറ്റർ കമ്പനി ഉണ്ട് അല്ലേ.
അവർക്കൊരു തിയേറ്റർ കമ്പനി ഉണ്ട്. എന്താണ് പേര്? രാഹി. അവരുടെ ഫസ്റ്റ് ബുക്ക് എന്താണ്? വെനസ്ഡേ ബാസാർ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് സ്വന്തം രീതിയിൽ എഴുതുക, ഒരു ഓഥറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ജൂലിയ ലൂനന്റെ കഥയാണ്. ജൂലിയ പറയുന്നത് പെൺകുട്ടിയാണ്. പിന്നെ ആരാ ലൂന? അതെ, ആ മരത്തിന്റെ പേരാണ് ലൂന. അപ്പൊ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു ചെറിയ കഥയാണ് കേട്ടോ. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഞാൻ ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മീനിങ്സ് അറിയാത്തത് ഞാൻ പറയുമ്പോൾ അവിടെ ടെക്സ്റ്റിന്റെ മേലെ എഴുതി വെക്കുക. അപ്പോൾ കൂടുതൽ പഠിക്കാൻ എളുപ്പമാകും. ഓക്കെ, ഏക് റോസ് ഒരു ദിവസം, ഒരു ദിവസത്തിൽ എന്താ ഉണ്ടായത്? കൊച്ചു ഹട്ടേ കട്ടെ ആദ്മി, കുറച്ച് ബലവാന്മാരായ ആൾക്കാർ അല്ലേ? ആദ്മി ഏക് ബഡേ സേ പേട് കോ കാട്ടിനെ പहुंचे. ഒരു വലിയൊരു മരത്തിനെ നിങ്ങൾ കണ്ടു, അതൊരു വലിയൊരു മരമാണ്, കുറേ കൊല്ലങ്ങളായിട്ടുണ്ട്, സമയമെടുത്ത് വലുതായ മരമാണ്. ആ വലിയ മരത്തിനെ കാട്ടിനെ കട്ട് ചെയ്യാൻ, എന്താണ്, മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി, റീച്ച് അല്ലേ? ഏക്ക് എന്താണ്? ലടുക്കീനെ ഉനെ ദേഖ്. അപ്പൊ ഇത് വെട്ടാൻ വന്നപ്പോ ആരാണ് കണ്ടത്? ഒരു ലടുക്കി, പെൺകുട്ടി എന്താണ്, അവരെ കണ്ടു. ഉൻഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറച്ച് ആൾക്കാരുണ്ട് അവിടെ, അതുകൊണ്ടാണ് അവരെ ഉൻഹെ എന്ന് പറയുന്നത് അല്ലെ? ഉൻഹെ എന്ന് പറഞ്ഞാൽ പ്ലൂറലായി. അവരെ ആര് കണ്ടു? ഒരു പെൺകുട്ടി കണ്ടു. വഹ് ചട്ട് പേടി പർ ചട്ട് ഗയി. അപ്പൊ ചട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്, സഡൻലി എന്ത് ചെയ്തു? പേട് പർ ചട് ഗയി, മരത്തിന്റെ മേലേക്ക് അങ്ങോട്ട് കയറി. ചട് ഗയി, കയറി അല്ലേ? അവള് ഇവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മരത്തിന്റെ മേലേക്ക് കയറി. ആദ്മിയോനെ പെഹലെ ഉസേ സംജായ. ആൾക്കാരെന്താണ് ചെയ്തത്? ഈ വെട്ടാൻ വന്ന ആൾക്കാർ എന്ത് ചെയ്തു? അതെ, പെഹലെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ എന്ത് ചെയ്തു? സംജായ, എന്താക്കി? മനസ്സിലാക്കിപ്പിച്ചു. എന്ത് പറഞ്ഞു? താഴെ ഇറങ്ങൂ, ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ലേ? മനസ്സിലാക്കിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? ദംകായ. പിന്നെ കുട്ടീനെ ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും അല്ലേ? അതെ, ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും അല്ലെ? ഭീഷണി അറിയാലോ? അത് ചെയ്തു. പിന്നെ ബഹത്ത് ഡറായ, പിന്നെന്താ? ബഹത്ത്, കൂടുതൽ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. എന്തൊക്കെ ചെയ്തു? അപ്പൊ നിങ്ങൾ ഈ ഓരോന്നിന്റെ മീനിങ് അവിടെ മനസ്സിലാക്കണം. മനസ്സിലാക്കി, ദംകായ ഭീഷണിപ്പെടുത്തി, പിന്നെയോ ഡറായ പേടിപ്പിച്ചു അല്ലേ? മേനഹി ഉത്തരവെങ്കിൽ ആര് പറഞ്ഞു? അത് നമ്മളെ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇറങ്ങില്ല. ലടുക്കി ചില്ലായി പറഞ്ഞ എന്താ? ഭയങ്കര ഒച്ച വെച്ചു അല്ലേ? ലടുക്കി ചില്ലായി. ഏക്കോർ ശാഖ പർ ജാ ബേട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു? ഏക് ശാഖ, ഒരു ബ്രാഞ്ചിന്റെ മേലേക്ക് അല്ലെങ്കിൽ ഒരു ചില്ലേന്റെ മേലേക്ക് എന്താക്കി? കേറി അവിടെ ഇരുന്നു. അതെ, ആത്മീയോനെ സോച്ച, പിന്നെ എന്താണ്? ആൾക്കാർ വിചാരിച്ചു, സോച്ച ആഖിർ കബി തോ ഉത്തരേഗി. എന്താണ്? ആഖിർ, അവസാനം, എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ അല്ലേ? കബി, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം, കബി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ. തപ്പ് കാട്ടെങ്കിൽ പേടിക്കും. ആ സമയത്ത് അപ്പൊ നമുക്ക് എന്താക്കാം? നമ്മളാ മരം മുറിക്കാം. അപ്പൊ ഇത് ആര് വിചാരിച്ചു? കുറച്ച് വന്ന ആൾക്കാർ വിചാരിച്ചു. ആൾക്കാർ വന്നത് എന്തിനാണ്? മരം മുറിക്കാനാണ്. അപ്പൊ കഥ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ? കുറച്ച് ആൾക്കാർ വന്നു അല്ലേ? ആൾക്കാർ വന്നത് എന്തിനാണ്? മരം മുറിക്കാനാണ്. വലിയൊരു മരം, അതും കുറേ കഷ്ടപ്പെട്ടുണ്ടായ മരമാണ്, ശരിയല്ലേ? അതെ, അപ്പം മരം മുറിക്കാൻ വന്നപ്പോൾ ഇത് കണ്ട് നമ്മുടെ പെൺകുട്ടി എന്താക്കി? മരത്തിന്റെ മേലേക്ക് കയറി. മരത്തിന്റെ മേലെ നിന്ന് പെൺകുട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം അവരെന്ത് ചെയ്തു? മനസ്സിലാക്കിച്ചു. പിന്നെ എന്ത് ചെയ്തു? ആലോചിച്ച് നോക്കൂ. പിന്നെ എന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി, പിന്നെ പേടിപ്പിച്ചു. കുട്ടി ഇറങ്ങിയോ? ഇല്ല. കുട്ടി പറഞ്ഞു, ഞാൻ ഇറങ്ങില്ല. എന്നിട്ടൊരു ചില്ലിന്റെ മേലെ പോയിരുന്നു അല്ലേ? പക്ഷെ ഈ ആൾക്കാരെന്ത് വിചാരിച്ചു? എന്നെങ്കിലും ഇറങ്ങുമല്ലോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ, ശരിയല്ലേ? അപ്പൊ മരം മുറിക്കാന്ന് ഒരു ആശ്വസിച്ചു അല്ലേ? ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ്. എന്താണ് അടുത്ത പാരഗ്രാഫ് നോക്കുക. ദിൻ ഹഫ്തേ മഹീനെ. ദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിവസം. എല്ലാവരും മനസ്സിലാക്കണേ. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. ദിൻ ഹഫ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വീക്ക്, ആഴ്ച. മഹീനെ എന്താണ്? മാസം. അപ്പം ദിവസം, ദിവസം, ആഴ്ച, മഹീനെ അല്ലെ? മാസങ്ങൾ കഴിഞ്ഞു. ബീത്ത് ഗയേ. എന്താണ്?
കഴിഞ്ഞു. ബീത്ത് ഗയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുക. ദിവസം പോകുന്നുണ്ട്, ആഴ്ചകൾ പോകുന്നുണ്ട്, മാസങ്ങൾ പോകുന്നുണ്ട് അല്ലെ? പർ ലടുക്കി തോ ഉത്തരി ഹി നഹി. പക്ഷെ എന്താണ് ഇവിടെ നടന്നത്? പെൺകുട്ടി ഇറങ്ങിയില്ല. ഉത്തരി ഹി നഹി, എന്താണ്? താഴേക്ക് ഇറങ്ങിയില്ല. അതെ, ലോഗോ കോ ജബ് പത്താ ചലാ തോ, പിന്നെ കഥ എല്ലായിടത്തും എത്തി. ഒരു കുട്ടി മരത്തിന്റെ മേലെ ഇരിക്കുന്ന കഥ നാട് മുഴുവൻ അറിഞ്ഞു. ആദ്യം നാട്ടുകാരെന്നെ അറിയാം. അതെ, അപ്പൊ നാട്ടുകാർ അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആൾക്കാർ അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? പത്താച്ചല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഉസ്കേലിയെ, അവൾക്ക് വേണ്ടിയിട്ട് ഖാന പീന സ്റ്റൗ. ഖാന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഫുഡ് അല്ലെ? പാനി പറഞ്ഞാൽ എന്താണ്? വെള്ളം. സ്റ്റൗ പറഞ്ഞാൽ നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കിതാബേ, പുസ്തകങ്ങള്. പിന്നെ എന്തോ? ഗദ്ദ, കമ്പൽ. പിന്നെ നെക്സ്റ്റ് കപ്പടെ. അപ്പൊ ഗദ്ദ എന്താണ്? അതെ, കിടക്ക. പിന്നെയോ കമ്പൽ, പുതയ്ക്കാൻ വേണ്ടേ? രാത്രിയാകുമ്പോ തണുക്കൂലേ? അപ്പൊ കമ്പൽ. പിന്നെ നെക്സ്റ്റ് കപ്പടെ, അതെ ഡ്രസ്സ്. കപ്പടെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്. ഇതെല്ലാം സബ് ലേ ആയേ, അവര് ഇതെല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുത്തു? നമ്മളെ പെൺകുട്ടിക്ക് കൊടുത്തു. കാരണം കുറേ ദിവസങ്ങളായി, ആഴ്ചകളായി, ഇനി എല്ലാവർക്കും തോന്നി ഈ കുട്ടി അതിന്റെ മേലെ നിന്ന് ഇറങ്ങില്ലാന്ന്. ശരിയല്ലേ? അപ്പോ ഇതെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? ശുക്രിയ. ശുക്രിയ മീനിങ് എന്താ? താങ്ക് യു. അതെ. ലടുക്കി ചഹചഹായി. ചഹചഹായി എന്നുള്ള ഈ വേർഡിന് നമ്മൾ ശ്രദ്ധിക്കണം. ചഹചഹായി എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഇതില്ലേ പക്ഷികള് ചിലയ്ക്കുന്നതിനെയാണ് ചഹചഹായി എന്ന് പറയാം. അപ്പൊ അവരുടെ സംസാരത്തിനെയാണ് ചഹചഹായി എന്ന് പറയാം. അപ്പൊ അതിവിടെ നമ്മളെ പെൺകുട്ടി എന്താണ്? മരത്തിന്റെ മേലെ ഇരിക്കുകയാണ്, ഒരു പക്ഷിയെ പോലെ. അപ്പൊ അതുകൊണ്ടാണ് ആ വേർഡ് അവിടെ ഉപയോഗിച്ചത്. ഓക്കെ. ഉസ്നെ ചിടിയോ കി തര പേട് പർ അപ്നാ ഗോസ്ല ബനായ. ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചിടിയോം എന്നാണ്, ബേർഡ്സ് അല്ലെ? ചിടിയോം കി തര, പക്ഷികളെ പോലെ. എന്താണ്? പേട് പർ, എന്താണ്? മരത്തിന്റെ മേലിൽ എന്താണ്? അപ്നാ ഗോസ്ല ബനാലിയ. ഗോസ്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ എഴുതിയിട്ടുണ്ട്, കൂട് അല്ലെ? അപ്ന, സ്വന്തം എന്താക്കി? കൂട് കൂട്ടി. അതെ, ബനാലിയ, ബാരിഷായി. അതെ, അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇനി മര ആയാലും എന്തായാലും കാലാവസ്ഥ മാറും അല്ലെ? അപ്പോഴെന്ത് വന്നു? ആദ്യം മഴ വന്നു, പിന്നെ എന്ത് വന്നു? സർദി, തണുപ്പ് വന്നു. ഭയങ്കർ ആന്തി തൂഫാൻ. ആന്തി പറഞ്ഞാലും കൊടുകാറ്റ്, തൂഫാൻ എന്ന് പറഞ്ഞാലും കാറ്റ്. അതെ, ആദ്യം എന്ത് വന്നു? ബാരിഷ്, മഴ വന്നു. സർദി വന്നു. ഭയങ്കർ ആന്തി തൂഫാനായി അല്ലെ? കൊടുങ്കാറ്റ് വന്നു. പിന്നെ നെക്സ്റ്റ് അവസാനം എന്ത് വന്നു? ബർഫ് പടി. എന്താണ്? അതെ, ഐസ് വീണു. അതെ. പേടിനെ ലടുക്കിക്കോ ബച്ചായെ രക്ക. മരം എന്ത് ചെയ്തു? പെൺകുട്ടിയെ രക്ഷിച്ചു നിർത്തി. ബച്ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രക്ഷിക്കുക. പെൺകുട്ടിയെ രക്ഷിച്ചു നിർത്തി. ഓർ ലടുക്കീനെ പേടിക്കോ. ലടുക്കി എന്താക്കി? തിരിച്ചും. കാരണം എന്താണ് അങ്ങനെ പറയണത്? ലടുക്കി എങ്ങനെയാ പേടിനെ രക്ഷിച്ചത്, മരത്തിനെ രക്ഷിച്ചത്? അതെ, മുകളിൽ ലടുക്കി ഇരിക്കുന്നതുകൊണ്ടാണ് ആ മരം ഇപ്പോഴും ജീവനോടെ ഉള്ളത്. ഇല്ലെങ്കിൽ അവർ മുറിച്ചിട്ടുണ്ടാകും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? നമ്മളൊന്നും കൂടെ നോക്കിക്കേ. ദിവസം, ആഴ്ച, മഹീനെ കഴിഞ്ഞു. അപ്പോഴും പെൺകുട്ടി ഇറങ്ങിയില്ല. പെൺകുട്ടി ഇറങ്ങാത്തത് കണ്ടപ്പോൾ അവിടെയുള്ള നാട്ടുകാരെന്ത് ചെയ്തു? ഭക്ഷണം, വെള്ളം, സ്റ്റൗവ്, പിന്നെന്താണ് കൊണ്ടുവന്നത്? കിടക്ക, കമ്പൽ, കപ്പടെ എന്ന് വെച്ചാല് പുതയ്ക്കാനുള്ള പുതപ്പും പിന്നെ അതെ ക്ലോത്ത്സും എല്ലാം കൊണ്ടുവന്നു. അപ്പൊ പെൺകുട്ടി എന്താക്കി? താങ്ക് യു പറഞ്ഞു അല്ലെ? അതിനെ നമ്മൾ എന്താക്കി? താങ്ക് യു പറയുന്നതിനെ ഒരു വേർഡ് പറയുന്ന മാതിരിയുള്ള ഒരു വേർഡ് കൊടുത്തു. അതിന്റെ പേരാണ് ചഹചഹായി. അപ്പൊ പിന്നെ നെക്സ്റ്റ് എന്താ പറയണത്? ഒരു കുറെ പക്ഷികളെ പോലെ എന്ത് ചെയ്തു? പെൺകുട്ടി ആ മരത്തിന്റെ മേലെ കൂട് കൂട്ടി. പിന്നെ എന്താണ് പറയണത്? കൂട് കൂട്ടിയാലോ കാലാവസ്ഥ മാറുന്നത് പറയണം. അതെ, മഴ വന്നു, തണുപ്പ് വന്നു, കൊടുങ്കാറ്റ് വന്നു. അതെ, പിന്നെ അവസാനം എന്തായി? ഐസ് വീണു. അതെ, ഐസ് വീണപ്പോഴും എന്താ ഉണ്ടായത്? നമ്മുടെ മരം പെൺകുട്ടിയെ രക്ഷിച്ചു. ഒന്നും സംഭവിക്കാതെ നെക്സ്റ്റ് പെൺകുട്ടി മരത്തിനെ രക്ഷിച്ചു. ഇത്ര എളുപ്പമുള്ള കഥയാണ് അല്ലേ? ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ലടുക്കിയും നമ്മുടെ പെൺകുട്ടിയും മരവുമായിട്ടുള്ള സംഭാഷണം അല്ലെ? സംഭാഷണം അല്ല, അവർക്ക് മേലെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ആരോടെങ്കിലും വർത്താനം പറയണ്ടേ? അപ്പൊ പെൺകുട്ടി മരത്തിനോട് വർത്താനം പറയും, മരം പെൺകുട്ടീനോട് മരത്തിൻ്റെതായ രീതിയിൽ പറയും. ശരിയല്ലേ? അതെ. കഹാനി പഠിക്കർ സുനാവൂ. നമ്മുടെ പെൺകുട്ടി ചോദിക്കുന്നതാണ് അത് ഫസ്റ്റ് കേട്ടോ. എന്താണ്? ഞാൻ കഥ
പഠിക്കർ സുനാവോ, വായിച്ച് കേൾപ്പിക്കട്ടെ. പഠിക്കർ പറഞ്ഞ വായിച്ചു കേൾപ്പിക്കട്ടെ പറഞ്ഞ എന്താ? സുനാവോ, സുനാവൂം. ഓക്കെ. കവി ലടുക്കി പേട് സേ പൂച്ച്തി. ചിലപ്പോൾ എന്താണ് നമ്മുടെ പെൺകുട്ടി ആരോട് ചോദിക്കും? അതെ, മരത്തിനോട് ചോദിക്കും. കവി പേട് ലടുക്കിക്കോ. പിന്നെ എന്താണ് നെക്സ്റ്റ്? ഇനിയിപ്പോ മരവും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അപ്പൊ എന്താണ്? കവി പേട് ലടുക്കിക്കോ അപ്പനെ പത്തോ സേ ഹവാ കാ ബഹ്താ രാഗ് സുനാത്ത. അപ്പൊ നമ്മുടെ മരം എന്താണ് പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പന പത്ത, അവന്റെ എന്താണ് സ്വന്തമായിട്ടുള്ള ഇലകളെ കൊണ്ട് ഹവാ കാ ബഹ്താ രാഗ് സുനാത്ത, എന്താണ് കാറ്റ് വീശുമ്പോ എന്താണ് ഒരു നല്ല മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്കും അല്ലേ? കാറ്റിനൊരു മ്യൂസിക് അറിയില്ലേ? അതേ ഇലയിലൊക്കെ തട്ടി വരുമ്പോ അത് വേറെ മ്യൂസിക് ആവും. ഓക്കെ, അപ്പൊ അതാണ് ആര് ചെയ്തു കൊടുക്കണേ? മരം ചെയ്തു കൊടുക്കണത്. ഹട്ടെ കട്ടെ ആത്മിയോ കെ സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബേ ലഗായി. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ആ ബലവാന്മാരായ ആൾക്കാർ എന്താ ചെയ്യണമെന്ന് നോക്കുക. ഹട്ടെ കട്ടെ ആത്മീയം, ബലവാന്മാരായ ആളുകൾ എന്ത് ചെയ്തു? സേട്ട്. അപ്പൊ ഈ സേട്ട് എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം, അതൊരു മുതലാളി അല്ലേ? ഈ സേട്ടിനാണ് ഇവിടെ ഏൽപ്പിച്ചത് എന്ത്? ഈ മരം മുറിക്കാൻ. സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബേ, എന്താണ് എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലേ? വിചിത്രമായിട്ടുള്ള തന്ത്രങ്ങൾ ലഗായി, ചെയ്യുവാൻ തുടങ്ങി. കവി പേടിക്കേ നീച്ചെ. അപ്പൊ ഇനി എന്താണ് തന്ത്രങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ചിലപ്പോൾ എന്താ അവർ ചെയ്തത്? പേടിക്കേ നീച്ചെ, മരത്തിന്റെ അടിയിൽ അല്ലേ? ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായി. എന്താ ചെയ്തത്? ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. തേസ് ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര ഒച്ചത്തില് ശബ്ദം. മച്ചായി, ഉണ്ടാക്കി അല്ലേ? ഭയങ്കര ഒച്ചത്തില് ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് ഷോർ മച്ചായി എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? സേട്ട് ചെയ്യണത് കവി പേടിക്കേ ഊപ്പർ. നെക്സ്റ്റ് സേട്ട് എന്ത് ചെയ്തു? ഇത് താഴെയാണ് ചെയ്തത്, ലൗഡ് സ്പീക്കർ വെച്ചത്. ഇനി എന്താ? മരത്തിന്റെ മേലെ ഊപ്പർ. ഊപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മുകളില്. മുകളിൽ എന്താ ചെയ്യണേ? ഹെലികോപ്റ്റർ ഉടാക്കർ. ഓ, ഭയങ്കര വയസ്സക്കാരനാണ് അല്ലേ? ഹെലികോപ്റ്റർ ആണ്. ഹെലികോപ്റ്റർ ഉടാക്കർ ലടുക്കിക്കോ രാത്ത് പർ, പെൺകുട്ടിയെ രാത്രികളില് എന്ത് ചെയ്തു? ബർ ജഗായെ രക്ക, രാത്രി ഫുള്ള് എന്താ ചെയ്തത്? ഉണർത്തി നിർത്തി അല്ലേ? എന്താണ്? ശരിയല്ലേ? നമ്മൾ തലേന്റെ മേലെ കൂടെ ഒരു എന്ന് കേൾക്കുമ്പോ ആർക്കെങ്കിലും ഉറക്കം വരുവോ? അതോ ഒരു റൂമിലും അല്ല, ഒന്നുമല്ല. ശരിയല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒരു വിചിത്രമായ തന്ത്രങ്ങളാണ് നമ്മളെ സേട്ട് ഈ കുട്ടീനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്, പെൺകുട്ടീനെ. തും ഹമാരി ദോസ്തി കബി നെഹി തോട് പോകണം. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താ ഉണ്ടായത്? തും ഹമാരി ദോസ്തി, നിങ്ങൾ ഞങ്ങളുടെ. ഹമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരതാണ്? ഈ മരത്തിന്റെയും അതെ പെൺകുട്ടിയുടെയും എന്താണ്? ദോസ്തി, ഫ്രണ്ട്ഷിപ്പ്. കബി നെഹി തോട് പാവുകയെ, ഒരിക്കലും മുറിക്കാൻ പറ്റില്ല, പൊട്ടിക്കാൻ പറ്റില്ല. തോട് പാവോകെ ലടുക്കി ബുലന്ദ് ആവാസ് മേ ഉനെ കഹത്തി, എന്താണ്? ഭയങ്കര ഉറച്ച ശബ്ദത്തില്, അല്ലെങ്കിൽ ഭയങ്കര ഉറക്കെ. എന്താണ്? എല്ലാവരും കേൾക്കണ്ടേ? എല്ലാവരും കേക്കേ. ആര് പറഞ്ഞു ഇത്? ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൗണ്ട്. ഉനെ കേത്തി, അവിടെ നിൽക്കുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ആര് കേൾക്കണം? ഈ ഹട്ടാക്കട്ട ആത്മികളും കേൾക്കണം, സേട്ടും കേൾക്കണം. ഉനെ എന്ന് പറയുന്നത് എന്താണ്? അവരോട് എന്ത് പറഞ്ഞു? ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും അതെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ മുറിച്ചു മാറ്റാനോ കഴിയില്ല. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫിൽ എന്നുള്ളത് നോക്കൂ. ഫസ്റ്റ് എന്താണ്? കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അല്ലെ? കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ പെൺകുട്ടി മരത്തിനോട്. മരം തിരിച്ച് എന്ത് ചെയ്തു? ഇലേനെ കൊണ്ട് നല്ലൊരു മ്യൂസിക് ഒക്കെ കേൾപ്പിച്ച് പെൺകുട്ടീനെ സന്തോഷിപ്പിച്ചു. പിന്നെ നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്? ഹട്ടെ കട്ടെ ആത്മി, അവരെന്ത് തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്? അതെ, മരത്തിന്റെ താഴെ കൂടെ. ഓക്കെ, ഫസ്റ്റ് താഴെ കൂടി എന്താണ് ചെയ്തത്? ലൗഡ് സ്പീക്കർ വെച്ചു. പിന്നെ നെക്സ്റ്റ് മേലെ കൂടി എന്താണ്? ഹെലികോപ്റ്റർ പറത്തി. അതെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പെൺകുട്ടി എന്താ പറയണത്? ഒരിക്കലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് തകർക്കാൻ പറ്റൂല എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ. ആരുതാണ് ഉൻകി എന്ന് പറയുന്നത്? എന്നാ അത് പ്ലൂരല. ഈ രണ്ട് ആൾക്കാരത് ആരതാ? നമ്മുടെ പെൺകുട്ടീൻ്റെതും അതെ പെൺകുട്ടീൻ്റെതും മരത്തിൻ്റെതും. അനോഖി ദോസ്തി, യുണീക്ക് ഫ്രണ്ട്ഷിപ്പ്. എന്താണ്? അതെ, എവിടെയും കാണാത്തൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അതെ, അതുകൊണ്ടാണ് എന്ത് പറയണത്? ഒരു വ്യത്യസ്തമായ ഫ്രണ്ട്ഷിപ്പ്. ശരിയല്ലേ? ഒരു വ്യത്യസ്തമായ ഫ്രണ്ട്ഷിപ്പ്. കിസ്സ എന്ന് പറഞ്ഞാൽ എന്താ? കഥ.
ദുനിയ ഭർ മേ മഷൂർ ഹോ ഗയാ. ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത്, ബർ ലോകത്ത് എല്ലായിടത്തും, മഷൂർ എന്താണ്? പ്രസിദ്ധമായി, ഹോ ഗയാ പ്രസിദ്ധമായി കഴിഞ്ഞു. അല്ലേ? കഥ അങ്ങനെയല്ലേ? ഫസ്റ്റ് ഒരു സംഭവം തുടങ്ങുമ്പോൾ ആദ്യം നാട്ടിൽ മാത്രം ഉണ്ടാവും. അത് വേഗം കഴിഞ്ഞില്ല എന്താവും? അടുത്ത സ്ഥലത്തേക്കും പോയി ഈ ലോകം മൊത്തം അറിയും. അല്ലേ? ലോകം മുഴുവനും കഥ അറിയും. അങ്ങനെ ഈ കഥയും ലോകം മുഴുവനും അറിയാൻ തുടങ്ങി. ഉൻകെ ഇർദ് ഗിർദ്. ഇർദ് ഗിർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോക്കിക്കോളൂ, ചുറ്റിലും. അല്ലേ? ഇർദ് ഗിർദ് എന്ന് പറഞ്ഞാല് അവരുടെ ചുറ്റിലും. ആരുടെ ചുറ്റിലും? ഈ കുട്ടീന്റെയും അതേ മരത്തിന്റെയും ചുറ്റിലും ഹസാരോ ലോക്, ആയിരക്കണക്കിന് ആളുകൾ ഇക്കട്ടാ ഹോനെ ലഗ, കൂടുവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എത്തിച്ചേരുവാൻ തുടങ്ങി. ഹട്ടെ കട്ടെ ആത്മീയവും. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ മുറിക്കാൻ വന്ന ആൾക്കാര്. അവര് വേഗം ഹട്ടെ കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ. ഹട്ടെ കട്ടെ ആത്മീയോ ആളുകൾ, ഓർ ഉനിക്കെ സെറ്റ് അവരുടെ മുതലാളിയും, കൊലടുക്കി എന്താണ്? പേട് നമ്മുടെ പെൺകുട്ടിയുടെയും മരത്തിന്റെയും, ഓർ ഉനിക്കെ ദോസ്തി അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഓർ ഉനിക്കെ ഹസാരോ ദോസ്തോസെ അവരുടെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെ, ഡർ ലഗ്നെ ലഗാത അവരോടൊക്കെ എന്താണ്? ഇവരൊക്കെ കൂടിയപ്പം ഇവർക്കൊക്കെ എന്താണ്? അതെ, പേടി. ഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പേടിയാവാൻ തുടങ്ങി. അല്ലേ? എന്താണ്? ഈ രണ്ട് മരത്തിന്റെയും പെൺകുട്ടിയുടെയും ഒരു എന്താ പറയാ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കേട്ടിട്ട് ലോകത്തിന്റെ ചുറ്റും നിന്ന ആൾക്കാര് അവിടെ ചുറ്റും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വന്നു. അല്ലേ? അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വന്നു. പിന്നെ എന്താ ഉണ്ടായത്? ഇതെല്ലാവരും വന്നപ്പോൾ ആളുകൾക്ക് സേട്ടിനും എന്താണ്? പേടിയാവാൻ തുടങ്ങി. അതെ, ഇവരുടെ ആൾക്കാരെ കണ്ടിട്ട്. ഇനി നെക്സ്റ്റിൽ എന്താ പറയണത്? 738 എന്ന് പറഞ്ഞ നമ്പർ കാണുന്നുണ്ട് അല്ലേ? ഇത്രയും ദിവസം എത്രയാണ്? 738 അല്ലേ? 738 ദിവസങ്ങൾ എന്താണ് ഉണ്ടായത്? പേട് കാട്ടിനേക്കാ ഇന്തിസാർ. ആരാണ് മരം മുറിക്കാൻ കാത്തു നിന്നത്? അതെ, ഈ ഹട്ടെ കട്ടെ ആത്മീയവും സേട്ടും മരം മുറിക്കാൻ കാത്തു നിന്നു. ഇന്തിസാർ കാത്തിരുന്നു. കെ ബാദ് അതിനുശേഷം, ഏക് ദിൻ വേ ഒരു ദിവസം അവര് ഈ ആളുകൾ ചുപ്ചാപ്പ് വഹാസെ ഒന്നും മിണ്ടാതെ, ചുപ്ചാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈലന്റ് ആയിട്ട്, വഹാസെ ജാനയിലേക്ക് അവിടെ നിന്നും പോകുവാൻ പുറപ്പെട്ടു. ഓക്കെ, അവിടെ നിന്നും പോകുവാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും ആര് വന്നു? നമ്മുടെ വരുമല്ല, അവിടുന്ന് നമ്മുടെ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. എന്താണ്? വാദാക്കരോ, പ്രോമിസ് ചെയ്യൂ, എനിക്ക് സത്യം തരൂ. എന്താണ്? യഹാക്കെ കിസി ഭി പേടിക്കോ കബി നഹി കാട്ടോगे. ഇവിടെയുള്ള ഒരു മരത്തിനെയും ഒരു സമയത്തും അല്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ മുറിക്കില്ല എന്നുള്ളത് എനിക്ക് പ്രോമിസ് തരൂ. ലടുക്കിനെ സേട്ട് സേ വാദാ ലേലിയ. ഇത് ആരാ ചെയ്തു? നമ്മളെ പെൺകുട്ടി ചെയ്തു. അതെ, എന്താണ്? സേട്ടിനോട് ആ സത്യം വാങ്ങി. സാരേ പേട് എന്താണ്? ഓൾ ട്രീസ് എല്ലാ ട്രീസും ബച്ച് ഗയേ. എന്താണ്? അതെ, അവരെല്ലാവരും എന്തായി? രക്ഷപ്പെട്ടു. അതെ, ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹേ. അപ്പൊ ഈ ഒരു കഥ നടന്ന ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് എന്താണ്? ജൂലിയ. ഞാൻ പറഞ്ഞു ഫസ്റ്റിൽ തന്നെ അല്ലേ? ഉസ് പേട് കാ നാം ഹേ ലൂന. എന്നിട്ട് ആ മരത്തിന്റെ ഒരു പേരാണ് ലൂന. ദോനോ ആജ് ബി പക്കേ ദോസ്ത് ഹേ. എന്താണ് പറയണത്? ഇവര് രണ്ടാളും ഇപ്പോഴും ഭയങ്കര ഉറച്ച സുഹൃത്തുക്കളാണ്. എങ്ങനെയുണ്ട് മക്കളെ കഥ? അതെ, ഇതിൻ്റെ അകത്ത് എന്താ പറയണത്? ഇത്ര ദിവസം ഇവർ കാത്തുനിന്നൊന്നും നടന്നില്ല. അപ്പോഴും പോവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പെൺകുട്ടി എന്ത് ചെയ്തു? അതെ, പ്രോമിസ് വാങ്ങിട്ടോ. പിന്നെ പെൺകുട്ടിയുടെ പേരും ജൂലിയ, മരത്തിന്റെ പേര് ലൂന. ഇവര് ഇപ്പോഴും എന്താണ്? ഉറച്ച സുഹൃത്തുക്കളാണ്. ഓക്കെ, നല്ലൊരു ഉഷാർ കഥയല്ലേ? അതെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് ടെക്സ്റ്റില് കുറച്ചൊരു 3 ഇതുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതിൻ്റെ അകത്തേക്ക് പോവാം. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ജനറൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളതായ ആശയം ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഞാൻ എൻ്റെതായ ആശയം ചെറിയ തോതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മക്കളെ റെഡി അല്ലേ? നമുക്ക് പോവാം. മേ നഹി ഉത്തരൂങ്കി, this is ഉത്തരൂങ്കി. ഓക്കെ, സോറി, മേ നഹി ഉത്തരൂങ്കി ലഡ്കി കെ ഇസ് നിർണയ പർ ആപ്കാ വിചാർ ക്യാ ഹേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നോട്ട്സ് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോട്ട്
പഠിക്കുക. ഓക്കെ, പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ മീനിങ്സ് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് ഈ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഈ ഒരു ഡയലോഗ് നമ്മുടെ പെൺകുട്ടി പറയുന്നതാണ്, ഞാൻ മരത്തിന്റെ മേലെ നിന്ന് ഇറങ്ങില്ല, ഉത്തരൂങ്കി ലടുക്കിക്ക് ഈസ് നിർണയ്. നിർണയം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിഷൻ. അപ്പൊ ലടുക്കി നമ്മുടെ പെൺകുട്ടി ഒരു ഡിസിഷൻ എടുത്തതാണ്, ഞാൻ മരത്തിന്റെ മേലെ നിന്ന് ഇറങ്ങില്ല അല്ലെ. അപ്പം നമ്മുടെ പെൺകുട്ടിയുടെ ഈ ഒരു ഡിസിഷൻ പർ ആപ്കാ വിചാർ ക്യാ ഹേ, എന്താണ് അതിൽ നിങ്ങളുടെ വിചാരം എന്താണ്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം, ഇതിന്റെ കൂടെ അതും ചേർക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ആശയം പറയട്ടെ. പേടുക്കോ ബച്ചാനെ, എന്താണ് നമ്മൾ മരത്തിനെ രക്ഷിക്കാൻ. എല്ലാത്തിന്റെ മീനിങ് മനസ്സിലാക്കണേ. പേടുക്കോ ബച്ചാനെ കേലിയെ യഹ് ലടുക്കി കാ സഹി നിർണയ് ഹെ, എന്താണ് ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, മരത്തിനെ രക്ഷിക്കാൻ ഇത് നമ്മുടെ പെൺകുട്ടി എടുത്ത കറക്റ്റ് തീരുമാനം അല്ലേ, ഒരു കറക്റ്റായ തീരുമാനമല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, പേടുക്കോ മരത്തിനെ രക്ഷിക്കാൻ, കേലിയെ യഹ് ലടുക്കി കാ രക്ഷിക്കുവാൻ വേണ്ടി, ഇത് പെൺകുട്ടിയുടെ ഒരു സഹി എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് ശരിയായ തീരുമാനമാണ്. ഓക്കെ, മീനിങ് മനസ്സിലായല്ലോ? പ്രകൃതി സ്നേഹം. ഇനി നെക്സ്റ്റ് എന്താണ് പറയണത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, എന്തൊക്കെ ഫീലിങ്സ്, എന്തൊക്കെ ഭാവങ്ങൾ. അതെ, എന്താ വരുന്നത്? ഫസ്റ്റ് പ്രകൃതി സ്നേഹം, അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലെ, പ്രകൃതി സ്നേഹം. ഓർ ആൻഡ് എന്താണ്, പേട് കാട്ടിനേപ്പർ, മരം മുറിക്കുന്നതിനെ പറ്റിയിട്ട് സമാജക്കോ സോചന, എന്താണ് നമ്മുടെ ഈ സൊസൈറ്റീനെ ഒന്ന് ചിന്തിപ്പിക്കാൻ, സോചന എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ആലോചിപ്പിക്കാൻ, മജ്ബൂർ കരേക, അവരെ അതെ ഒന്ന് അങ്ങോട്ട് അല്ലേ, ഒന്ന് ആലോചിക്കട്ടെ, ഇത് ശരിയല്ലേ അല്ലെ, അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കൂ, മജ്ബൂർ കരേക. അപ്പൊ ഈ ആൻസർ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു, മക്കൾ ഇത് എഴുതി വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലടുക്കി ചഹ ചഹായി, ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മളെ ലടുക്കി എന്താക്കി, പെൺകുട്ടി എന്താക്കി, അതെ താങ്ക് യു പറഞ്ഞു. താങ്ക് യു പറഞ്ഞപ്പോ എന്താണ് അവിടെ കൊടുത്തത്, ചഹ് ചഹായി എന്ന് കൊടുത്തു. അതെ, യഹാ ചഹ് ചഹാട്ട്, ആ ഒരു വേർഡിന്റെ, ചഹ് ചഹാട്ട് എന്നുള്ള വേർഡിന്റെ ശബ്ദക പ്രയോഗിക്കോ, എന്തിനാണ് അവിടെ ആ വേർഡ് ഉപയോഗിച്ചത്? അപ്പൊ ഞാനത് അവിടെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതെ, ലോകോനെ ജബ് മദത് കിയ, ആളുകൾ എന്താണ് ആരെ സഹായിച്ചു, അതെ പെൺകുട്ടിയെ സഹായിച്ചു. തോ ഉസ്നെ ഖുഷി സേ, എന്താണ് അപ്പോൾ എന്ത് ചെയ്തു, അവള് സന്തോഷത്തില്, ഖുഷി എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷത്തില്, ധന്യവാദ് കിയ അല്ലെ. ശുക്രിയ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു എന്താണ് താങ്ക് യു ആണ്, ധന്യവാദ് പറഞ്ഞാലും താങ്ക് യു ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേർഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, താങ്ക് യു, ധന്യവാദ്. അപ്പൊ ലോകോനെ ആളുകള് സഹായിച്ചപ്പോൾ നമ്മുടെ പെൺകുട്ടി സന്തോഷത്തോടു കൂടിയിട്ട് അതെ താങ്ക് യു പറഞ്ഞു, നന്ദി പറഞ്ഞു. അതഹ, അപ്പൊ നെക്സ്റ്റ് എന്താണ്, നമ്മൾ അതിന്റെ മീനിങ്, ഞാൻ അതിന്റെ മീനിങ്ങും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് ചഹ ചഹായിക്ക മത്ലബ്, അതിന്റെ മത്ലബ് എന്താണ്, മീനിങ് എന്താണ്, ചിടിയോ കി തരഹ് ബോൽന, പക്ഷികളെ പോലെ സംസാരിക്കുക, പക്ഷികൾ അല്ലേ, കര അല്ലേ. ഓക്കെ, ഈ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ഇത്രയും ദിവസം ഞാൻ പറഞ്ഞു 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे അല്ലേ. അതാണ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ. അതെ, എന്താ ഇത്രയും ദിവസം ആളുകൾ കാത്തു നിന്നിട്ട് പിന്നെ എന്താക്കി, നടക്കില്ല എന്ന് തോന്നിയപ്പോ അവർ മിണ്ടാതെ പോവാൻ തീരുമാനിച്ചു അല്ലെ. ഇസ്പർ ആപ്കവി, ഇതിൽ നിങ്ങളുടെ വിചാരം എന്താണ്, അതാണ് ചോദിക്കുന്നത്. എന്താണ് വിചാരം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ലടുക്കി ആഖരി ദം തക് അപ്നി പേട് കി രക്ഷാ കർനെ പീछे नहीं हटी. ഞാൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ആൻസർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്താണ് ലടുക്കി ആഖരി ദം തക്, അവസാന ശ്വാസം വരെ പെൺകുട്ടി എന്താണ്, അപ്നി പേട് കി രക്ഷ, തന്റെ മരത്തിനെ രക്ഷിച്ചിട്ട്, കർനെ പീछे नहीं हटी, രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പിന്തിരിഞ്ഞു നിന്നില്ല, അല്ലെങ്കിൽ ബാക്കോട്ട് പോയില്ല. അയ്യോ എനിക്ക് വയ്യാന്നോ, അയ്യോ എനിക്ക് ആവൂലെന്നോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യൂലെന്ന്, എനിക്ക് മതിയായി, ഒന്നുമില്ല, എന്താണ് അവിടെ ഇരുന്നു അല്ലെ. അപ്പൊ അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ബ്ലൂ ബോക്സിൽ ടെക്സ്റ്റിൽ കാണാം, ജൂലിയ ലോറൻ ഹിൽ. ജൂലിയ എന്നുള്ള പേര് നിങ്ങൾ കേട്ടല്ലോ. അതെ, അപ്പൊ അവരെ പറ്റിയിട്ടാണ്. ആ ചെറിയ പെൺകുട്ടി വലുതായിട്ട് അല്ലെങ്കിൽ എവിടെയായിരുന്നു, ശരിക്കും നടന്ന കഥയാണിത്. ആ കഥയാണ് നമ്മളുടെ നേഹ സിംഗ് ഒരു ചെറിയ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നേഹ സിംഗ് ഈ സ്റ്റോറി എഴുതിയത്? നമ്മളും നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ള മരത്തിനെ രക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ വലുതായാൽ നമ്മളുടെ
ലോകത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ സർവീസ് ചെയ്യണം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ കുട്ടികൾ ചെറുതാവുമ്പോൾ ഇത് മനസ്സിലാക്കിയാൽ എന്താണ് വലുതാവുമ്പോൾ ഒരു മരം മുറിച്ചാൽ ഒരു മരം നടണമെന്നോ അല്ലെങ്കിൽ 3 മരം നടണമെന്നോ എല്ലാം നമുക്കൊരു ചിന്ത വരും. ശരിയല്ല എല്ലാവരും? അപ്പൊ അത് കുട്ടികളുടെ ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് നേഹാ സിംഗ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കെന്താണ് ഒരു മെസ്സേജ് ആണത് അല്ലെ? കുട്ടികൾക്ക് ഉള്ള ഒരു മെസ്സേജ് ആണ് എന്ത് മരങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്. അതെ. അപ്പം ജൂലിയ ലോറൻ ഹിൽ നമ്മൾ ആ പെൺകുട്ടീനെ പറ്റിയിട്ട് നോക്കാം. പെൺകുട്ടി വലിയ ആയി. പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ ആ കഥയിലുള്ളതുകൊണ്ട് പറഞ്ഞു. ഓക്കെ. ജൂലിയ ലോറൻ ഹിൽ കാ ജന്മം. അപ്പൊ അവരുടെ ജനനം എവിടെയാണ്? അല്ല, ഡേറ്റ് എന്നാണ്? 18 ഫെബ്രുവരി 1974. എന്താണ്? 18 ഫെബ്രുവരിയിലാണ് നടന്നത്. കൊമിസൗറിക്ക് മൗണ്ട് വെർണോൺ US-ലുള്ള ഒരു പ്ലേസ് ആണ്. മേഹുവ അവിടെയാണ് നടന്നത്. അപ്പൊ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സെ ബി ജാനെ ജാത്തി ഹെ. എന്താ പറയണത്? അവര് ജൂലിയ ലോറൻ ഹിൽ നിന്നും അറിയപ്പെടും. വേറെ ഒരു പേരും കൂടെ എന്താണ്? ജൂലിയ ബട്ടർഫ്ലൈസ് എന്ന പേരിലും ഇവര് അറിയപ്പെട്ടിരുന്നു. ആ പേക്ക് സഫൽ ലേഖിക. സഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സക്സസ്ഫുൾ അല്ലെ? ഒരു ഭയങ്കര അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. അമേരിക്കി പര്യാവരൺ കാര്യകർത്തി ഹെ. എന്താണ്? നമ്മുടെ ഈ എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്ന അമേരിക്കൻ ആളാണ് അല്ലെ? അമേരിക്കയിൽ ജനിച്ചതാണ്. അതുകൊണ്ട് അമേരിക്കൻ പര്യാവരൺക്ക് കാര്യകർത്തി ഹെ और പ്രേരക് വക്ത ഹെ. എന്താണ്? അതിനു വേണ്ടിയിട്ട് മറ്റാൾക്കാരെ സഹായിക്കുന്ന ഒരു വക്താവും കൂടിയാണ്. ഓക്കെ. ആപ്പ് ജംഗളവും പേടോം കി കട്ടായി രോക്നെ കെ ലിയേ. പിന്നെ നെക്സ്റ്റ് എന്താണ്? അത് നമ്മളും ഈ കഥയിൽ പഠിച്ചു. എന്താണ്? അതെ, നമ്മുടെ കാടുകളും മരങ്ങളും ഒക്കെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവർ അതിനെ മുറിച്ചു മാറ്റുന്നതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? 10 ഡിസംബർ ഒരു 10 ഡിസംബറിന് എന്ത് ചെയ്തു? 1997 और 18 दिसंबर 1999 के बीच 738 दिन 200 फुट 61 मीटर ऊंचे लगभग 1000 साल पुराने കാലിഫോർണിയ റെഡ്വുഡ് പേड़ में रही. ഇതാണ് ഉണ്ടായ ഒറിജിനൽ സംഭവം. ഓക്കെ. എന്താണെന്ന് നോക്കൂ. ഈ ഒരു ദിവസം മുതല് 10 ഡിസംബർ ദിവസം മുതല് 18 ഡിസംബർ 1999 ബീച്ച്. ഓക്കെ. ബീച്ചില് ഇത്രയും ദിവസം നമ്മൾ അത് ടെക്സ്റ്റിൽ പഠിച്ചു. ഇത്രയും ദിവസം 200 ഫൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഉയരമുള്ള എന്ന് വെച്ചാൽ 61 മീറ്റർ ഇത്രയും ഉയരമുള്ള ഊഞ്ചെ എന്ന് പറഞ്ഞാൽ എന്താ? ഉയരത്തിലുള്ള ലഗ്ഭഗ് 1000 സാൽ പുരാനെ കാലിഫോർണിയ. അപ്പൊ ആ മരത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു എന്നറിയോ? 1000 കൊല്ലം പഴക്കം ഉണ്ടായിരുന്നു. 1000 കൊല്ലം പഴക്കമുള്ള കാലിഫോർണിയ റെഡ്വുഡ് പേड़ में रही. എന്താണ്? കാലിഫോർണിയയിലെ റെഡ്വുഡ് എന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ പേരാണ് അത് കേട്ടോ. റെഡ്വുഡ് എന്നുള്ളത് ആ റെഡ്വുഡ് എന്ന് പറഞ്ഞ മരത്തിന്റെ മേലെ ഇരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഒറിജിനലി എന്താ സംഭവിച്ചതെന്നുള്ളത്? ജൂലിയ പേടിക്കെ ശീർഷിക്കെ പാസ്. ജൂലിയ എന്ത് ചെയ്തു? പേടിന്റെ അല്ലെങ്കിൽ മരത്തിന്റെ തറ്റത്ത്, ശീർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ തറ്റത്ത് എന്താണ്? ഏക്ക് തമ്പേമേ രഹി. ഒരു തമ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ്? ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് ഇരുന്നു. താക്കി പെസഫിക് ലംബർ കമ്പനി. എന്തിനാണത് ചെയ്തത്? ഈ കമ്പനിന്റെ പേരാണ് എന്താണ്? പെസഫിക് ലംബർ കമ്പനി കെ ലക്ഡോറെ ഇസെ കാട്ന സകെ. ആ കമ്പനിക്കാര് ഇതിനെ മുറിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എന്താണ്? പേड़ को बचाने के लिए ലംബർ കമ്പനി के साथ एक समझौता पर पहुंची. അപ്പൊ നമ്മൾ ഈ സേട്ടിനെ അവിടെ കൊണ്ടുവന്നല്ലോ, അതേമാതിരി ഈ കമ്പനിയുമായിട്ടൊരു കോൺട്രാക്ട് ഇട്ടു. അതെ, समझौता पर पहुंची. അതെ, ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി. എന്താണ്? വഹ പേड़ प्यार से लूना के नाम से जाना जाता है. അപ്പൊ ആ ഒരു മരത്തിനെയാണ് നമ്മൾ ആ റെഡ്വുഡ് മരത്തിനെയാണ് ലൂന എന്ന് പറയുന്നത്. അതെ. ജൂലിയാനെ സൺ 2000 में 2000 में എന്താണ് ചെയ്തത്? अपने पेड़ पर बैठने की अनुभव के बारे में एक किताब प्रकाशित की. എന്താ ചെയ്തത്? ജൂലിയ 2000 താൻ മരത്തിന്റെ മേലെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്നുള്ളത്, പേട് പർ ബൈഠനേക്ക് ഇരിക്കുന്നതിന്റെ അനുഭവം എന്തൊക്കെ അനുഭവങ്ങളാണ് എന്നുള്ളത് ഏക്ക് കിതാബ് പ്രകാശിക്കുന്നു, ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിന്റെ പേരാണ് നാം ഹേ ദ ലെഗസി ഓഫ് ലൂന. എന്താണ്? ലൂനയുടെ ഒരു കാലം. ലെഗസി എന്തുകൊണ്ടാണ്? 1000 വർഷം അപ്പൊ തന്നെ പഴക്കണ്ട ഒരു മരത്തിന്. നമ്മുടെ ജൂലിയ കയറി ഇരിക്കുമ്പം തന്നെ അപ്പൊ ആലോചിച്ച് നോക്കൂ, അത് എത്ര പഴക്കോ എത്ര കാലം ജീവിച്ച ഒരു മരാണെന്നുള്ളത്. അപ്പൊ ആ മരത്തിന് പേരില് ഒരു എന്താണ്
ഒരു ബുക്കും പബ്ലിഷ് ചെയ്തു. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ചാപ്റ്ററും എന്താണ് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താക്കാം, ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുമായിട്ട് വരാം. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു.